നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ വീണയ്ക്കെതിരെയുള്ള ED അന്വേഷണം നടക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് നിമിഷവും മറ്റുള്ള ആളുകളിലേക്ക്, വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തും, പ്രത്യേകിച്ച് വീണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീണയുടെ കുടുംബത്തിലേക്ക് അന്വേഷണം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നാണ് ഒരു പേര് കേൾക്കുന്നത്. അതും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് മുൻ മുഖ്യമന്ത്രി എന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ പിണറായി വിജയന്റെ പേരായിരുന്നു. പക്ഷേ ഇന്ന് വീണയുടെ ഭർത്താവായിട്ടുള്ള MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പേരാണ് ഇന്ന് പുറത്തു വരുന്നത്. അതായത് ED മുഹമ്മദ് റിയാസിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ള ഒരു വാർത്തകൾ ഇന്ന് ബ്രേക്കിംഗ് ആയിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുടുംബത്തിലെ മറ്റൊരാളും കൂടി പെടുകയാണ്. ഇനി റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, റിയാസിനെതിരെ ഇനി നടപടി ഉണ്ടാകുമോ എന്നുള്ള പല ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി അടുത്തൊരു ഘട്ടം അല്ലെങ്കിൽ അടുത്തൊരു നീക്കം? അതായത് ആഴ്ചകൾക്ക് മുമ്പ് ആണ് EDക്ക് ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ഒരു വിധി പറയുന്നത്. അതുവരെ EDയുടെ ഒരു മൂവ്മെൻറ്റിനെ ഈ പറയുന്ന പ്രതികളായിട്ടുള്ള CMRലും വീണ വിജയനും എല്ലാവരും ചേർന്ന് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇവർ കോടതിയിൽ ഹർജി കൊടുത്തിട്ടാണ് ഇതിനെ നിയമക്കുരുക്കിൽപ്പെടുത്തിയത്. അവസാനം EDക്ക് അനുകൂലമായി വിധി വരുന്നു. ആ വിധി വന്ന ഉടനെ തന്നെ അതിവേഗതയിൽ പിന്നീട് ED കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിലാണ് ഈ 12 ഇടങ്ങളിൽ റെയ്ഡ് നടന്നത്. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലും കണ്ണൂരിലെ വസതിയിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. അന്ന് CPM ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ റെയ്ഡ് നടത്തിയത് പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ വീണ വിജയൻ്റെയും ഒക്കെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് ശരി, പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ കുടുംബ വീട്ടിൽ എന്തിന് റെയ്ഡ് നടത്തി എന്നൊരു ചോദ്യം സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചിരുന്നു. അത് സത്യത്തിലൊരു വാലിഡ് പോയിന്റ് ആണ്. പക്ഷെ അവർ ചോദിക്കുന്ന അർത്ഥത്തിലല്ല. EDയെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിഡ് പോയിന്റ് ആണ്. എന്തിനാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള, അദ്ദേഹം ഒരു മുൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീട്ടിലടക്കം റെയ്ഡ് നടത്തി. വീണ വിജയൻ്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ റെയ്ഡ് നടത്തിയത് എന്നാണ് ED അന്ന് വിശദീകരിച്ചത്. പക്ഷേ അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി ആ റെയ്ഡിന് പിന്നിലുണ്ട്. കാരണം 2024 രജിസ്റ്റർ ചെയ്ത കേസ് 2026 റെയ്ഡ് നടക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത അടുത്ത പടി റെയ്ഡാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ തടസ്സങ്ങൾ കാരണം 2 വർഷം വൈകി. പക്ഷേ ഈ 2 വർഷം ED വെറുതെ ഇരിക്കുകയായിരുന്നില്ല. EDയുടേതായ ചില ഹോംവർക്കുകൾ ചെയ്തിരുന്നു എന്നാണ് ഈ 12 സ്ഥലങ്ങളിലെ ഒരേ സമയത്ത് റെയ്ഡ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴാണ് വീണ വിജയനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ മാത്രം നടക്കുന്നത്. CMRL ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ED ടാർഗറ്റ് ചെയ്തത് വീണ വിജയനിലാണ്. അതൊരു രാഷ്ട്രീയ കാരണമാണ് എന്നൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും അതല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ എന്തറിയാം എന്നതാണ് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും വീണ വിജയൻ മറുപടി പറഞ്ഞില്ല. വീണ വിജയൻ അറിയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അത് EDയിൽ നിന്നും കാര്യങ്ങൾ ഒളിക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഈ ഇടപാടുകളെക്കുറിച്ച് വീണ വിജയൻ ഒരു ബോധ്യവുമില്ല എന്ന് EDക്ക് പിടികിട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ED പിണറായി കുടുംബത്തിലെ മറ്റൊരംഗത്തിന് ഇടപാടുകളിൽ പങ്കുണ്ടെന്നും വീണ വിജയൻ ഒരു ബിനാമി മാത്രമാണ് എന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഒരു വശത്തുകൂടി പിന്നീട് EDയുടെ അന്വേഷണം 1ാം പിണറായി വിജയൻ സർക്കാരിലേക്ക് നീളുന്നു. കാരണം എത്തിയിരിക്കുന്നത് കോഴപ്പണമാണ്. ഇതിനെതിരെ ഒരു സഹായവും ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ എത്തിയിരിക്കുന്നത് കോഴപ്പണമാണ്. ഈ കോഴപ്പണത്തിന് പകരമായി CMRൽ എന്ത് കിട്ടി? അത് ഈ കേസ് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരിക്കും. അതുകൊണ്ട് തന്നെ ED ഒരു വശത്തുകൂടി 1ാം പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാരും CMRലും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വശത്തു കൂടിയാണ് ഇന്ന് മറ്റൊരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അത് മുഹമ്മദ് റിയാസിൻ്റെ സ്വത്തുവകകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ്. ഇന്നല്ലായിരിക്കും ഉണ്ടാവുക, നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകും. ഇന്നാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും മറ്റൊരു പ്രതി കൂടി, മുഹമ്മദ് റിയാസ് കൂടി EDയുടെ സ്കാനറിലേക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത. പക്ഷേ ഇതൊരു സ്വാഭാവിക നടപടിയാണ് എന്ന് ആർക്കും വിശദീകരിക്കാം. ഇത് സത്യത്തിലൊരു സ്വാഭാവിക നടപടിയാണ്. കാരണം ഒരാൾ EDയുടെ അന്വേഷണത്തിൽ വരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ് EDയുടെ റഡാറിൽ വരുന്നത്. അവരുടെ സ്പോസ്, അതിപ്പോൾ പുരുഷനായാൽ പോലും അവരുടെ ഒരു അടുത്ത ബന്ധു, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്വത്തുവകകളിലേക്ക് EDയുടെ അന്വേഷണം സ്വാഭാവികമായും പോകും.
ഈ CMRL നിന്ന് കിട്ടിയത് കോഴപ്പണമാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ പണം കണ്ടെടുക്കണം, ഈ പണം കണ്ടുകെട്ടണം എന്നുള്ളതാണ് ED അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത. ആ പണം പോയി കിട്ടും പ്രതികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ ED അന്വേഷണത്തെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പണം, കോഴപ്പണത്തെ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ കാശ് എങ്ങോട്ടേക്ക് പോയി, എവിടെ നിക്ഷേപിച്ചു, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തണം. അങ്ങനെയാണ് മുഹമ്മദ് റിയാസിൻ്റെ സ്വത്തുവകകളും ബാങ്ക് അക്കൗണ്ടുകളും കൂടി പരിശോധിക്കുന്നത്. സത്യത്തിൽ അതൊരു സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ED പുറത്തുവിടുന്ന മറ്റൊരു കാര്യമാണ്. രണ്ടുപേർക്കും ഒരു പരസ്യ കമ്പനിയിൽ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം എന്ന് പറയുന്നത് ഒത്തിരി വലിയ നിക്ഷേപമാണ്. രണ്ടുപേർക്കും ഒരു കമ്പനിയിൽ നിക്ഷേപം ഉണ്ടാവുക, അതിലൊരാൾ മുൻ മന്ത്രിയായിരിക്കുക, മറ്റൊരാൾ ED കേസിലെ, ഈ പറയുന്ന മാസപ്പടി കേസിലെ പ്രതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇടപാടുകളെക്കുറിച്ച് EDക്ക് പലതും അന്വേഷിക്കാനുണ്ടാവും. അതായിരിക്കാം ഒരുപക്ഷെ ഇനിയിപ്പോൾ അങ്ങോട്ട് അന്വേഷിക്കുക. ED നോക്കുന്നത് മാസപ്പടി കേസിൽ CMRL നിന്ന് ലഭിച്ച കോടികൾ അതാണോ ഈ പരസ്യ കമ്പനിയിൽ കിടക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ED അത് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അല്ല എങ്കിൽ പ്രശ്നമില്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യം ഉയരുകയാണ്. അതായത് കഴിഞ്ഞ 5 വർഷം കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ വരുമാനത്തിൻ്റെ തുല്യമായ അല്ലെങ്കിൽ വരുമാനത്തിനകത്ത് നിൽക്കുന്ന നിക്ഷേപമാണോ ഇവിടെ ഈ പരസ്യ കമ്പനിയിൽ നടത്തിയിരിക്കുന്നത്? അതോ വരവിൽ കവിഞ്ഞ വരുമാനം ഈ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് നേടിയോ? ഇതെല്ലാം ഇനി മറ്റൊരു ചോദ്യമായി ഉയരേണ്ട വിഷയമാണ്. ഒരു കേസിൽ നിന്നും മറ്റൊരു കേസിലേക്ക് പോകുമോ? സത്യത്തിൽ ഇത് വീണ വിജയൻ്റെ CMRL നിന്ന് ലഭിച്ച ഫണ്ടാണ് എങ്കിൽ മാസപ്പടി കേസിൽ മറ്റൊരു പ്രതിയായി മുഹമ്മദ് റിയാസ് വരുന്നു. അല്ല എങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ വരുമാനവും സ്വത്തുവകകളും തമ്മിലുള്ള അന്വേഷണത്തിലേക്ക് പോകും. മിസ്മാച്ച് ഉണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് പെടും. ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ അതൊരു മറ്റൊരു ഏജൻസി ആയിരിക്കും അന്വേഷണത്തിന് എത്തുക, ED അല്ലെങ്കിൽ പോലും. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ പേര് വന്നിരിക്കുന്നു. അത് തീർച്ചയായും മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരിക്കില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മുഹമ്മദ് റിയാസിനത് കെണിയായി മാറും എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അതിൽ ഇപ്പോൾ ഇത്രയും കാലം വീണയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോഴൊക്കെ തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് എല്ലാവരും ചോദിച്ചിട്ട് വീണ എന്തായാലും ഒരു പാർട്ടി മെമ്പർ അല്ല, ഒരു പാർട്ടി പ്രവർത്തനങ്ങളിലും വീണ ഇതുവരെ സജീവമല്ല, എന്നിട്ടാണ് ഈ പാർട്ടി വീണയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രതിഷേധിക്കുന്നതും വീണയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 10-26 പേര് ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതറിയാം. ഇപ്പോൾ ഇനി മുഹമ്മദ് റിയാസിലോട്ട് അന്വേഷണം വരുമ്പോൾ നമുക്ക് പാർട്ടിക്ക് കൃത്യമായിട്ട് പറയാം മുഹമ്മദ് റിയാസ് പാർട്ടി മെമ്പറാണ്, MLA ആണ്. അപ്പോൾ ഇനി രക്ഷാപ്രവർത്തനം നടത്താലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രതിഷേധിക്കാലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതിഷേധം ഇനി ഇച്ചിരി കടുപ്പിക്കാനാവോ ഇനി ശ്രമം ഉണ്ടാവുക? അല്ല, ഒരാൾ അനങ്ങാൻ സാധ്യതയില്ല. കാരണം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ മുഹമ്മദ് റിയാസിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ മരുമകൻ എന്ന നിലയിലാണ് പല പ്രധാനപ്പെട്ട ആളുകളെയും വെട്ടി പാർട്ടിയിലും സർക്കാരിലും മുഹമ്മദ് റിയാസ് എത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ മുഹമ്മദ് റിയാസിന് വലിയ എതിരഭിപ്രായങ്ങളുണ്ട്. മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സ്വന്തം വകുപ്പ് മാത്രമല്ല മറ്റു ചില വകുപ്പുകളിൽ കൂടി കൈകടത്തുമായിരുന്നു എന്ന ചില ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. അന്നത്തെ ഈ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് മുഹമ്മദ് റിയാസാണ്. അതൊക്കെ പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ വലിയ ആരോപണമായി ഉയർന്നു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന് പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ ലഭിക്കണമെന്നില്ല. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റേതായ പ്രതിരോധം തീർക്കാൻ കഴിയും. ചില പാർട്ടിയിലെ ചില ഗ്രൂപ്പുകൾ, ചില വിഭാഗങ്ങളെല്ലാം മുഹമ്മദ് റിയാസിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അവർ ശക്തിയായി ഈ അന്വേഷണത്തെ പ്രതിരോധിക്കും. ഈ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് വരുമോ എന്ന് ഭയപ്പെട്ടിട്ടാണോ ED റെയ്ഡിൽ വ്യാപകമായ പ്രതിഷേധം നടന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് വരും വരായിക അറിയാതെ സഖാക്കൾ പ്രതികരിച്ചു. പക്ഷേ ഇന്ന് അതിന് സഖാക്കളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരത്തെ 26 സഖാക്കൾ ഇതിനോടകം തന്നെ ജയിലിലാണ്. ED ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറുമായി അവിശുദ്ധ ബന്ധം നടത്തി ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ആ വ്യക്തിയുടെ ജാമ്യം റദ്ദാക്കാൻ ED തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിയുമായി കൂട്ടുചേരൽ, ഇങ്ങനെയുള്ള അട്ടിമറി സ്വഭാവങ്ങൾ ഇനിയും കണ്ടെത്തിയാൽ തീർച്ചയായും അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് പോകും. ഈ സഖാക്കൾ ഇപ്പൊ പ്രതിഷേധിച്ചവർക്കെതിരെ മാത്രമല്ല, പിന്നെ ഇപ്പോൾ അടുത്ത
മുതിർന്ന ആളുകൾക്കെതിരെ കൂടി നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അവിടെ അന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, വി ജോയ്, അതുപോലെ തന്നെ മാസ്റ്റർ നമ്മുടെ ഗോവിന്ദൻ, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ അവിടെ എത്തി പ്രസംഗം നടത്തുകയും പറയുന്ന അവിടെ കൂടിയിട്ടുള്ള മറ്റു അണികൾക്ക് ഒരു സിഗ്നൽ നൽകുകയൊക്കെ ചെയ്തെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഘട്ടത്ത് ഈ പ്രവർത്തകർക്കെതിരെ മാത്രമല്ല, ഇനി വമ്പൻ സ്രാവുകളിലേക്കും കൂടി ഇനി അന്വേഷണം എത്തുന്ന ഒരു നിലയിലാണ് ഇപ്പുറത്ത് പോകുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ED ഒറ്റപ്പിടിയിൽ തന്നെ നിൽക്കുകയാണ്, ഗൂഢാലോചന അന്വേഷിക്കണം. പക്ഷേ പോലീസ് അതിന് തയ്യാറല്ല ഈ ഘട്ടത്തിലും എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ED പറഞ്ഞതോടുകൂടിയാണ് പോലീസ് അന്വേഷണത്തിൻ്റെ ഒരു ഗതിവിഗതി തന്നെ മാറ്റിയത്. സാധാരണ അന്വേഷണത്തിൽ നിന്ന് SIT അന്വേഷണത്തിലേക്ക് വന്നു. SIT ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ തെളിവുകളാണ് അന്വേഷിച്ചത്. ജയിലിൽ കിടക്കുന്ന ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഇവരുടെ മൊബൈൽ ഫോണും മറ്റും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഹ്വാനം, ED ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ആഹ്വാനം നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത്. പക്ഷേ അവർക്ക് തെളിവ് കിട്ടിയില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ ED പറയുന്നത് ഈ ഫോണിൻ്റെ ഫോറൻസിക് മാത്രം പോരാ. കാരണം അതിരാവിലെ തന്നെ റെയ്ഡ് ആരംഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അണികൾ ഓരോരുത്തരായി ഈ സംഭവ സ്ഥലത്തേക്ക് വന്നു. നേതാക്കന്മാർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്ന നിർദ്ദേശം അണികൾക്ക് നൽകിയിരുന്നത്. സ്ഥലത്തെ പ്രധാന ഗുണ്ടകളെയുമൊക്കെ ഇങ്ങനെ രീതിയിൽ വിളിച്ചു വരുത്തിയിരുന്നു. ഇങ്ങനെ വിളിച്ചു വരുത്തിയതിന് ശേഷം മണിക്കൂറുകളോളം നേതാക്കളും ഈ പറയുന്ന ഗുണ്ടകളും ഈ സാധാരണക്കാരായ പ്രവർത്തകരുമെല്ലാം ഒരേ സ്ഥലത്ത് ഒത്തുകൂടി. അപ്പോൾ അവിടെ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. MV ഗോവിന്ദനും A റഹീമും ജോൺ ബ്രിട്ടാസും എല്ലാം അവിടെ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗങ്ങൾ പരസ്യമായി, അല്ലാതെ രഹസ്യമായ ചില ആഹ്വാനങ്ങൾ, ഇതൊക്കെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിലേക്ക് പോയത് എന്നാണ് ED വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഫോൺ രേഖകളില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗൂഢാലോചനയിൽ തെളിവില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് ED പറയുന്നുണ്ട്. അന്വേഷണത്തിനോട് ഒരു കാരണവശാലും ED തൃപ്തരല്ല. ഇപ്പോൾ കോടതിയിൽ അവർ കക്ഷി ചേർന്നിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു അട്ടിമറി കൂടിയായപ്പോൾ ED നിതാന്തമായ ജാഗ്രതയിലാണ്. ഒരു കാരണവശാലും ഈ കേസ് അട്ടിമറിക്കപ്പെടരുത് എന്ന് ED ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 26 പേർ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ ഇത്തിരി പാടുപെടുമെന്ന്. ഇത് പുറത്തുള്ള സഖാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം, ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പോലും, ഇനി 3ാം ചോദ്യം ചെയ്യലിൽ വീണയെ അറസ്റ്റ് ചെയ്താൽ പോലും അങ്ങനെയുള്ള അതിരുകടന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഒരു മുഹമ്മദ് റിയാസ് ഗ്രൂപ്പുണ്ട്, ഒരു മുഹമ്മദ് റിയാസ് ആർമിയുണ്ട്. ആ ആർമി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒന്നും പ്രതികരണം കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമല്ല. അവർ ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് മുഹമ്മദ് റിയാസ് എന്നൊരു പേര് കൂടി ഇതിനകത്ത് വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ പ്രതിസ്ഥാനത്തെത്തുമോ എന്നറിയാനായി ഇനിയും കാത്തിരുന്ന് കാണണം. EDയുടെ അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ആദ്യം വീണ കൊച്ചിയിലെത്തുമ്പോൾ, അന്വേഷണത്തിനായിട്ട് ഓഫീസിലെത്തുമ്പോൾ, അന്ന് അവിടെ മുഹമ്മദ് റിയാസും കൂടെ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ ഇത്രയും കാലം വീണയുടെ പേര് മാത്രമായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേര് കൂടി ഇന്ന് പേര് പുറത്തു വന്നതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ അത് പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം EDയുടെ അടുത്തൊരു നടപടി എന്തായിരിക്കും എന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കുമോ, എന്തായിരിക്കും അടുത്തൊരു ഘട്ടം എന്നുള്ളതും കത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ED വെറും കൈയോടെ അല്ലെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല. ഈ പറഞ്ഞതുപോലെ തങ്ങളെ ആക്രമിച്ചവർക്കെതിരെയുള്ള നടപടികൾ അതുകൂടെ പോകുന്നുണ്ട്. അതിന്റെ സൈഡ് കൂടിയാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അതെ, നമസ്കാരം.